Hello students, welcome to GST part 16. GST invoicing. This video deals with the bill of supply. Different types of invoices under GST are GST invoice, bill of supply, debit and credit note, vouchers. We have already discussed GST invoice in the previous video. Next one, bill of supply. Bill of supply shall be issued when a registered person supplying non-taxable goods or services or a registered person paying tax under composition scheme. രണ്ട് സാഹചര്യങ്ങളിലാണ് മെയിനായിട്ടും ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത്. നോൺ ടാക്സബിൾ ഗുഡ്സോ സർവീസോ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സ് ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. A bill of supply is issued when GST is not applicable on a transaction or when GST is not to be covered from the customer. Bill of supply ഇഷ്യൂ ചെയ്യുന്നത് GST ആപ്ലിക്കബിൾ അല്ലാത്ത ട്രാൻസാക്ഷൻ്റെ കേസിലും അതുപോലെ തന്നെ കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലുമാണ്. നമുക്കറിയാം, കോമ്പോസിഷൻകാർക്ക് കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. Bill of supply is issued by composition dealers, exporters and exempted goods suppliers. Composition dealers are not allowed to collect tax from their customers and GST has to be paid out of their pocket. So they cannot charge GST in invoice and they issue bill of supply instead of tax invoice. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഡീലേഴ്സിന് കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ അവരുടെ പോക്കറ്റിൽ നിന്നാണ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൽ GST എമൗണ്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോമ്പോസിഷൻ ഡീലേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് ബിൽ ഓഫ് സപ്ലൈ ആണ്. കോമ്പോസിഷൻ ഡീലർ ഹാസ് ടു മെൻഷൻ ദ വേർഡ്സ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സസ് ഓൺ സപ്ലൈസ് ഓൺ ദ ബിൽ ഓഫ് സപ്ലൈ. കോമ്പോസിഷൻ ഡീലേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ബിൽ ഓഫ് സപ്ലൈയിൽ അല്ലെങ്കിൽ ഇൻവോയ്സിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സസ് ഓൺ സപ്ലൈസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സിൽ നിന്നും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻറ്റിന് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല.
ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കോമ്പോസിഷൻ ഡീലേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ബിൽ ഓഫ് സപ്ലൈയിൽ ഇങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. Exporters. Exports are zero rated, so exporters cannot charge GST on their invoices. They can issue bill of supply instead of tax invoice. എക്സ്പോർട്ടുകൾ സീറോ റേറ്റഡ് സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടേഴ്സിന് അവരുടെ ഇൻവോയ്സിൽ GST ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എക്സ്പോർട്ടേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും. The dealer has to mention supply meant for export on payment of IGST or supply meant for export under bond or letter of undertaking without payment of IGST in the bill of supply. എക്സ്പോർട്ടർ ഇഷ്യൂ ചെയ്യുന്ന ബിൽ ഓഫ് സപ്ലൈയിൽ സപ്ലൈ മീൻഡ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് IGST എന്നോ സപ്ലൈ മീൻഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നോ മെൻഷൻ ചെയ്തിരിക്കണം. എക്സ്പോർട്ടിൻ്റെ കേസിൽ IGST ആപ്ലിക്കബിൾ ആണ്. എന്നാൽ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ ഗവൺമെൻറ്റിനൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പോർട്ടർ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബോണ്ടിന് സപ്പോർട്ടിംഗ് ആയിട്ട് ബാങ്ക് ഗ്യാരണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയും. ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങോ ഉണ്ടെങ്കിൽ IGSTയുടെ പേയ്മെൻറ്റ് ഇല്ലാതെ ഒരു സപ്ലയർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങും ഇല്ല എങ്കിൽ സപ്ലയർ IGST പേയ്മെൻറ്റ് നടത്തണം. ബിൽ ഓഫ് സപ്ലൈയിൽ എക്സ്പോർട്ടിൻ്റെ കേസിൽ IGST പേയ്മെൻറ്റ് നടത്തുന്ന കേസാണെങ്കിൽ സപ്ലൈ മീൻഡ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് IGST എന്ന് മെൻഷൻ ചെയ്യുക. ബോണ്ടോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങോ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ മീൻഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് IGST എന്നോ സപ്ലൈ മീൻഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് IGST എന്നോ മെൻഷൻ ചെയ്യുക. എക്സംപ്റ്റഡ് ഗുഡ് സപ്ലയർ. വെൻ എ രജിസ്റ്റേർഡ് ഡീലർ സപ്ലൈസ് എക്സംപ്റ്റഡ് ഓർ നോൺ ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ് ആർ റിക്വയർഡ് ടു ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. ഒരു GST രജിസ്റ്റേർഡ് ഡീലർ എക്സംപ്റ്റഡ് ഗുഡ്സോ സർവീസോ നോൺ ടാക്സബിൾ ഗുഡ്സോ സർവീസോ ഒക്കെയാണ് സെയിൽ നടത്തുന്നതെങ്കിൽ ആ കേസിൽ ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ ആണ്. നെക്സ്റ്റ്, കണ്ടന്റ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ. നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് സപ്ലയർ. എ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ not exceeding 16 characters. Date of issue. Name, address and GST or UIN of the recipient if registered. HSN or SAC. Description of goods or services or both. Value of supply of goods or services or both, taking into account discount or abatement
if any. Signature or digital signature of the supplier or his authorized representative. ബിൽ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് വരുന്നത് നോക്കാം. സപ്ലയറുടെ നെയിം, അഡ്രസ്സ്, GST രജിസ്ട്രേഷൻ നമ്പർ, ബിൽ ഓഫ് സപ്ലൈക്ക് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം, ഇഷ്യൂ ചെയ്ത ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കണം, റിസീപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ നെയിമും അഡ്രസ്സും GST രജിസ്ട്രേഷൻ നമ്പരും അല്ലെങ്കിൽ UIN നമ്പരും ഉണ്ടായിരിക്കണം. ഗുഡ്സാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ HSN കോഡ്, സർവീസാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ SAC, ഇവ ബിൽ ഓഫ് സപ്ലൈയിൽ മെൻഷൻ ചെയ്തിരിക്കണം. സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. വാല്യൂ ഓഫ് സപ്ലൈ മെൻഷൻ ചെയ്തിരിക്കണം. ഡിസ്കൗണ്ടോ അബേറ്റ്മെൻറ്റോ ഒക്കെ ഉള്ള കേസാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ സപ്ലൈയും മെൻഷൻ ചെയ്തിരിക്കണം. സപ്ലൈയുടെയോ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ ബിൽ ഓഫ് സപ്ലൈയിൽ ഉണ്ടായിരിക്കണം. Any tax invoice or any other similar document issued under any other act in respect of any non-taxable supply shall be treated as bill of supply for the purpose of the act. GST ഒഴികെ മറ്റേതെങ്കിലും ആക്ട് പ്രകാരം ഏതെങ്കിലും ടാക്സ് ഇൻവോയ്സോ സിമിലർ ഡോക്യുമെൻറ്റോ ഇഷ്യൂ ചെയ്താൽ, ഒരു നോൺ ടാക്സബിൾ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്താൽ അത് GSTയുടെ പർപ്പസിന് വേണ്ടി ബിൽ ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. The signature or digital signature of the supplier or his authorized representative shall not be required in case of issuance of an electronic bill of supply. ബിൽ ഓഫ് സപ്ലൈ ഇലക്ട്രോണിക് മോഡിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ IT ആക്ട് പ്രകാരം സപ്ലൈയുടെയോ സപ്ലൈയുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ നിർബന്ധമില്ല. ഇവിടെ ബിൽ ഓഫ് സപ്ലൈയുടെ കാര്യത്തിൽ മാത്രമല്ല, ടാക്സ് ഇൻവോയ്സിൻ്റെ കേസിലും ഇലക്ട്രോണിക് ഫോമിലാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ സപ്ലൈയുടെയോ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ സിഗ്നേച്ചർ നിർബന്ധമല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.